അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാരുതി 800ൻ്റെ കാർബേറ്ററിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ അത് കുറേ നാളുകളായിട്ട് എന്തോ 2-3 മാസം അടുത്ത് അത് സ്റ്റാർട്ടാകാതെ റണ്ണാകാതെ കിടക്കുന്ന അവസരത്തിലാണ്. പണിയാൻ എന്തോ കയറ്റിയതാണ്, അങ്ങനെ എന്തോ അവിടെ കിടന്നുപോയി. അപ്പോൾ അതിനുശേഷം വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടി ഐഡിൽ സ്പീഡ് നിൽക്കുന്നില്ല, റേസ് ആകുന്നു, ഒരു ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥ, വളരെയധികം മിസ്സിങ്ങും കാര്യങ്ങളും പ്രശ്നങ്ങളും പൊട്ടലും ചീറ്റിലും ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മുടെ അടുത്ത് അതങ്ങനെ കെട്ടി വിളിച്ച് നമ്മുടെ അടുത്ത് കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവനെ ജസ്റ്റ് ഫൈൻഡിങ്സ് ഒക്കെ നടത്തി. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് കാർബേറ്റർ അഴിക്കേണ്ടതായിട്ടുണ്ട്, എന്നാലും നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുതൽ എന്ന് പറയുന്നത്. ഏതോ 99 മറ്റോ വണ്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രശ്നം എവിടെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ വിഷയം, ഇത് 2-3 സ്ഥലത്തായിട്ടാണ് ഇതിൻ്റെ പ്രശ്നം കിടന്നത്. ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറിനകത്ത് ഈ ഒരു പോയിന്റിങ് കണ്ടൻസറും ഇച്ചിരി വശക്കേടായിരുന്നു. കാരണം അതിൻ്റെ കറണ്ട് സപ്ലൈ അത്ര ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ പോയിന്റിങ് കണ്ടൻസർ മാറി. ആ പോയിന്റിങ് കണ്ടൻസർ മാറിയ അവസരത്തിൽ തന്നെ വണ്ടി സ്റ്റാർട്ടാകാൻ ശ്രമിച്ചു. വണ്ടി സ്റ്റാർട്ടാകാൻ തുടങ്ങി, പയ്യനെയൊക്കെ സ്റ്റാർട്ടാകുന്നൊരു സെറ്റപ്പിലേക്കായി. അപ്പോൾ അതിനുശേഷം വീണ്ടും ഇതിൻ്റെ ഐഡിൽ സ്പീഡ് നിൽക്കാതെ വരുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ഈ കാർബേറ്ററിൻ്റെ ഒരു വാൽവ് അടഞ്ഞ് സ്റ്റക്കായിരിക്കുന്ന ഒരു സെറ്റപ്പിലാണുള്ളത്. ഈ ഒരു ഡയഫ്രം വരുന്ന ഈ ഒരു സംവിധാനം അനങ്ങുന്നില്ല, അനങ്ങാതെ ടൈറ്റായി ഇരുന്ന് പോയതാണ്. അപ്പോൾ ഈ വണ്ടി പണിക്ക് കയറ്റുന്നതിന് മുമ്പ് വരെ യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല എന്നാണ് എൻ്റെ കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഇത് അവിടെ കയറ്റിയതിന് ശേഷം 2 മാസത്തോളം അങ്ങനെ അനങ്ങാതെ കടന്നു. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഇത് സ്റ്റക്കായതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ കാർബേറ്റർ ഒന്ന് അഴിച്ച് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇത് സ്റ്റക്കായത്, ചിലപ്പോൾ സ്പ്രേയോ കാര്യങ്ങളോ ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കാം. അപ്പോൾ നമ്മൾ ആ സ്റ്റക്കൊന്ന് മാറ്റിയിട്ട് നോക്കാൻ പോവാണ്. അത് തന്നെയല്ല, ഈ കാർബേറ്ററിൽ നിന്ന് ഈ റിട്ടേൺ ലൈനിലോട്ടുള്ള പമ്പിങ്ങും അത്ര ക്ലിയർ അല്ല, നല്ല രീതിക്ക് പമ്പിങ് നടക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് വീഴുന്നൊരവസ്ഥ മാത്രമേ ഉള്ളൂ, നല്ല രീതിക്ക് റിട്ടേൺ പോകുന്നില്ല. അപ്പോൾ എന്തായാലും ചിലപ്പോൾ നമുക്കത് പീസാക്കി സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്തായാലും നമുക്ക് എന്നായിരിക്കും സംഭവം നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിലവിലുള്ള കണ്ടീഷൻ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. വണ്ടി ഈ ഒരു അവസ്ഥയിലാണ് വണ്ടി ഉള്ളത്. വണ്ടി സ്റ്റാർട്ടാകും, ഒരു കൺട്രോൾ ഇല്ലാത്ത റേസിംഗിലേക്കൊക്കെ കയറി പോയതിന് ശേഷം വണ്ടി പെട്ടെന്ന് തന്നെ ഓഫായി പോകും, ഒരു ഐഡിൽ സ്പീഡ് നിൽക്കുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് വണ്ടി ഉള്ളത്. അപ്പോൾ അത് എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതേ കണക്ക് ഐഡിൽ സ്പീഡ് നിൽക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്. ഇവിടെ നമ്മുടെ ഒരു സ്ലോ സ്പീഡ് സ്വിച്ച് ഉണ്ട്, ഒരു സോളിനോയിഡ് സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഈ ഒരു സംവിധാനം താക്കോൽ ഓണാക്കുന്ന അവസരത്തിൽ ഇങ്ങോട്ട് നമുക്കൊരു കറണ്ട് വന്നിട്ടാണ് നമ്മുടെ ഈ ഐഡിൽ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സോളിനോയിഡ് സ്വിച്ചിൻ്റെ ഒരു നീഡിൽ വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഐഡിൽ സർക്യൂട്ട് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക്, ഈ ഒരു കപ്ലറിലേക്ക് 12 വോൾട്ട് കറണ്ട് വന്നില്ല എന്നുണ്ടെങ്കിലും, ഇവിടെ എന്തെങ്കിലും എർത്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ സ്വിച്ചിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഈ ഐഡിൽ സ്പീഡ് നിൽക്കാതെ വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ സ്വിച്ച് വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. ഇവിടെ എന്തെങ്കിലും കറണ്ട് പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്യൂസ് പോയിട്ടുണ്ടോ. ഈ സ്വിച്ച് വർക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ഐഡിൽ സ്പീഡ് നിൽക്കത്തില്ല. ഈ സ്വിച്ച് വർക്കിംഗ് ആണോ ഇല്ലയോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ താക്കോൽ ഓണാക്കുന്ന അവസരത്തിൽ, ഇഗ്നിഷൻ ഓണാക്കുന്ന അവസരത്തിൽ ഇവിടുന്ന് ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കും. ആ ക്ലിക്ക് സൗണ്ട് കേട്ടാൽ നമുക്ക് ഉറപ്പിക്കാം ഈ സ്വിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഒരു എഞ്ചിൻ്റെ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിലെ പ്രധാന ഘടകമായ കാർബേറ്ററിനെ നമ്മൾ എഞ്ചിനിൽ നിന്നും വേർപെടുത്തി ഇരിക്കണ സംഗതി. അപ്പോൾ ഇനി ഇവൻ്റെ ഈ വലിയ ബട്ടർഫ്ലൈ വാൽവാണ്, ഈ അടിയിൽ കാണുന്ന ഈ വലിയ ബട്ടർഫ്ലൈ വാൽവാണ് സ്റ്റക്കായി അടഞ്ഞിരിക്കുന്നത്. അത് വർക്കിംഗ് അല്ല. അതുപോലെ തന്നെ മൊത്തത്തിലൊരു അവശകന സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇവനെ നമ്മളൊന്ന് അഴിച്ച് പീസാക്കി പൊളിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ എന്നാണെന്നൊന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കാർബേറ്ററിൻ്റെ ടോപ്പ് അഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ട, ഇതിനകത്ത് ഈ ഗാലറിക്കകത്ത് ഇതിൻ്റെ ബൗളിനകത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്ത് എന്തോ മണ്ണോ അങ്ങനെ എന്തോ സെഡിമെൻറ്റ്സ് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു പെട്രോൾ അങ്ങോട്ട് ഊറ്റാം. കണ്ടോ, ഇതിനകത്ത് കുറേ മണ്ണോ ചെളിയോ തരികളോ ഏതാണ്ടൊക്കെ അടിഞ്ഞുകൂടിയിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ ടാങ്കിൽ നിന്ന് ക്രമേണ കയറി വന്ന് ഇവിടെ സെഡിമെൻറ്റ്സ് ആയിട്ട് അടിഞ്ഞുകൂടിയതായിരിക്കാം. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പീസാക്കി വാഷ് ചെയ്ത് സെറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ നമ്മുടെ 800ൻ്റെ കാർബേറ്റർ ഇതേ കണക്ക് 3 പീസാക്കി, പ്രധാനമായും 3 പീസാക്കി, വീണ്ടും അതിനെ ചെറിയ പാർട്ടുകളായിട്ട് വീണ്ടും പീസാക്കി. കാരണം ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ഡയഫ്രവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വാക്കത്തിൻ്റെതായിട്ടുള്ളൊരു ഡയഫ്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ നമ്മൾ പീസാക്കിയിരുന്നു. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ ഈ ആക്സിലേറ്റിംഗ് പമ്പ് സർക്യൂട്ട് എന്ന് പറയുന്ന ഭാഗം. ഇതിനകത്തൊരു ഡയഫ്രവും കാര്യങ്ങളും അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുമൊക്കെ നമ്മൾ പീസാക്കിയിരുന്നു. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു മെയിൻ ജെറ്റിൻ്റെ ഒരു വലിയ ജെറ്റ് വരുന്ന, അല്ലെങ്കിൽ ഈ
ഒരു സെക്കൻഡറി ബട്ടർഫ്ലൈ വർക്ക് ചെയ്യുന്നില്ല. ഞാനിത് ഇന്നലത്തെ വീഡിയോയിൽ തന്നെ, ഇന്നലെയല്ല നമ്മുടെ ആദ്യത്തെ ഭാഗത്ത് തന്നെ ഇത് കാണിച്ചിട്ടുണ്ട്. ഈ കാർബറേറ്ററിന് ഇതിന്റെ ഈ ഒരു ഭാഗം അനങ്ങാതെ സ്റ്റക്കായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ നമ്മളത് ക്ലിയർ ആക്കി വർക്കാക്കി എടുത്തിട്ടുണ്ട്. കാരണം നല്ല ഫ്രീ ആയിട്ടുണ്ട്. ഇനി ഇത് ഈ ന്യൂമാറ്റിക് ഡയഫ്രം ഈ വാക്വം വരുമ്പോൾ ഇത് ആ ഡയഫ്രം വർക്ക് ചെയ്തിട്ട് ഓപ്പൺ ആകേണ്ട ഒരു ഭാഗമാണിത്. ഈ ഒരു ബട്ടർഫ്ലൈ വാൽവാണിത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം സ്റ്റക്കായിരിക്കുമായിരുന്നു. അപ്പൊ ഇത് മുഴുവൻ പീസാക്കിയതിന് ശേഷം നമ്മളിത് ഒരു ദിവസം ഇന്നലെ ഫുള്ള് പീസാക്കി ഇതിനെ നമ്മൾ ഇത്രയും ഭാഗങ്ങളും ഇതിന്റെ ചൈൽഡ് പാർട്സ് എല്ലാം കൂടി ഡീസലും അതുപോലെ തന്നെ പെട്രോളും അതുപോലെ കുറച്ച് ഫ്ലൂഡും കുറച്ച് ടിന്നറും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു മിശ്രിതത്തിനകത്തോട്ട് ഇത് ഇട്ട് വെച്ചു. അങ്ങനെ ഇന്ന് രാവിലെ വീണ്ടും നമ്മൾ ഇന്ന് ഒരു വൈകുന്നേരം ഉച്ച കഴിഞ്ഞ സമയത്ത് വീണ്ടും ഇതിനെ എടുത്തു. നമ്മളിതെല്ലാം പൊടി തട്ടി എല്ലാ സാധനവും ഇതിന്റെ കുഞ്ഞു കുഞ്ഞു ഹോളുകൾ, ഇതിന്റെ ഇവിടുന്ന് തന്നെ പമ്പ് സർക്യൂട്ടിന്റെ ഹോളുകൾ, അതുപോലെ ഇതിന്റെ ജെറ്റിന്റെ ഹോളുകൾ, അങ്ങനെ കംപ്ലീറ്റ് വാക്കത്തിന്റെ ഹോളുകളെല്ലാം കേബിൾ ഇട്ട് കുത്തി ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് വെച്ച് വാട്ടർ സർവീസ് ചെയ്തു. നല്ല ക്ലിയർ ആയിട്ട് പവർ വാഷ് വെച്ച് അടിച്ച് സർവീസ് ചെയ്തതിന് ശേഷം എയർ ഒക്കെ അടിച്ച് നല്ല ക്ലീൻ ആക്കി ഇതിന്റെ പാക്കിങ് കാര്യങ്ങളും എല്ലാം ചിരണ്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് വീണ്ടും ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തു. കാരണം ഇത് എല്ലാം കൂടി നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ലെങ്തി ആയി പോകും എന്നുള്ളത് കൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി ഇനി ബാക്കി ഭാഗങ്ങളും കൂടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതേ കണക്ക് ഈ കാർബറേറ്റർ സെറ്റ് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമായ ഒരു സംഭവമാണ് ഈ ഫ്ലോട്ടിന്റെ ഈ ഒരു മെയിൻ ഈ പെട്രോൾ ഇന്ന് വരുന്ന ഭാഗത്ത് ഇതേ കണക്കൊരു ഫിൽറ്ററും അതിന്റെ ഈ നമ്മുടെ ഓവർഫ്ലോ നീഡിൽ വരുന്ന ഈ ഒരു ഭാഗവും ഇവിടെ ഒരു ഫിൽറ്ററും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഈ ഫിൽറ്ററും കാര്യങ്ങളും കണ്ടമാനം അടഞ്ഞ് ഇരിക്കുന്ന സെഡിമെന്റ്സ് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് പെട്രോൾ ഇറങ്ങാതെ തിങ്ങി നിരങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ നല്ലത് നമ്മുടെ കയ്യിൽ വേറെ പാട്ടുകൾ നല്ലതുണ്ടായിരുന്നു, അതെല്ലാം ഇട്ട് ഈ സംഭവം സെറ്റാക്കി. ഇനി ഇത് 3 സംവിധാനങ്ങളും കൂടി ഇതിന്റെ ബാക്കി ചൈൽഡ് പാട്ടും ഒക്കെ ഇട്ടതിന് ശേഷം കൂട്ടി മുറുക്കിയെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ മെയിൻ ജെറ്റുകളൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജെറ്റുകൾക്ക് വ്യത്യാസമുണ്ട്. ഈ ജെറ്റിന് വലിയ ഹോളുള്ള ജെറ്റ് ഈ വലിയ മെയിൻ ജെറ്റ് ഭാഗത്താണ്, ഇവിടെയാണ് ഇടേണ്ടത് ഈ ജെറ്റ് ഇടേണ്ടത്. അതുപോലെ തന്നെ ചെറിയ ഹോളുള്ളത് ഇതേണ്ട ഈ ചെറിയ വെഞ്ചുറിയുടെ ഭാഗത്ത് വരുന്ന ഈ സ്ഥലത്താണ് ഇത് ചെറിയ ഹോളുള്ള ജെറ്റ് ഇടേണ്ടത്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് റേസിംഗും പ്രോബ്ലങ്ങളും കാര്യങ്ങളും ഒക്കെ വരും. പിന്നെയുള്ളത് നമ്മൾ ഈ ഒരു പീസാണ്, ഇതാണ് നമ്മുടെ ഒരു പ്രധാന സെൻട്രൽ പീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനിടയ്ക്ക് ഒരു 2 പാക്കിങ്ങും വേറെ ഒരു നമ്മുടെ നൈലോൺ ഷീറ്റ് പോലത്തെ ഒരു ഷീറ്റ് സംവിധാനവും ഉണ്ട്. ഇത് വെച്ചതിന് ശേഷമാണ് ഈ ഒരു പീസ് നമ്മൾ വെച്ച് മുറുക്കേണ്ടത്. ഇത് നമ്മുടെ ഏറ്റവും കാർബറേറ്ററിന്റെ ടോപ്പ് ഭാഗമാണ്. അപ്പോൾ ഈ രീതിയിലെല്ലാം ഇതിന്റെ കാര്യങ്ങളൊന്നും മാറിപ്പോകാതെ തന്നെ നമ്മൾ സെറ്റാക്കി എടുക്കണം. അതുപോലെ ഇവിടെ നമുക്ക് ഓറിംഗ് ഉണ്ട്, ജെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ട കാർബറേറ്ററിന്റെ ഈ സെൻട്രൽ പീസും നല്ല ഭംഗിയായിട്ട് അതിന്റെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം വെച്ച് മുറുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത് നമ്മുടെ മാനിഫോൾഡിലേക്ക് ഫിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ നമ്മുടെ ടോപ്പ് വെക്കുന്നുള്ളൂ. അതായത് മാനിഫോൾഡിലേക്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒരു പാക്കിംഗ് ഉണ്ട്. അതേണ്ട ഇതേ കണക്ക് നമ്മൾ അങ്ങോട്ട് ഇടണം. ഈ ഹോളുകളൊന്നും മറഞ്ഞു പോകരുത്. അതൊന്നും മറഞ്ഞു പോകാതെ ഇതേ കണക്ക് കറക്റ്റാക്കി ഇറക്കിയിടണം. ഇവിടെ 2 ഹോളുകളുണ്ട്. ആ ഹോളുകളൊന്നും മറഞ്ഞു പോകാതെ കറക്റ്റായിട്ട് ഇറക്കിയിടുക. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മുടെ കാർബറേറ്ററിനെ എടുത്ത് വേണ്ട ഇപ്പോൾ അത് സെറ്റായി. ഇനി ഇതിൻ്റെ 412ന്റെ കോളറുള്ള നട്ടുകളുണ്ട്. ആ 4 നട്ടുകളും കൂടി ഇട്ട് ഇത് ഫിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കാർബറേറ്ററിൻ്റെ ടോപ്പും ബാക്കി കണക്ഷനും ഒക്കെ കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ആക്സിലേറ്റിംഗ് പമ്പ് സർക്യൂട്ടിന് ഇതാണ്ട് ഈ ഒരു ഹോളിനായിട്ടായിട്ട് ഇവിടെ ഒരു ബോളും ഇതേ കണക്കൊരു കുഞ്ഞു ബോള് ഉണ്ട്. അതുപോലെ തന്നെ അതിനൊരു വെയിറ്റും ഉണ്ട്. ഇതേ കണക്കൊരു വെയിറ്റും ഉണ്ട്. അപ്പോൾ ഇതും കൃത്യമായിട്ട് നമ്മൾ ഇടണം. ഇത് ഇടാൻ മറന്നു പോകരുത്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിലെ പാക്കിങ് വെക്കണം. അതുപോലെ മേളിലെ കാർബറേറ്ററിന്റെ ടോപ്പും കൂടി സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് അഴിച്ചിട്ടുള്ള ഈ കാർബറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർബറേറ്റർ നിങ്ങൾ കണ്ട കണക്ക് ഈ കാർബറേറ്റർ നമ്മൾ അഴിച്ചെടുത്തതിന് ശേഷം ഇത് പീസാക്കിയതിന് ശേഷം ഇത് നമ്മൾ
പെട്രോളിനകത്തൊക്കെ ഇട്ട് വെച്ചൊക്കെ വാഷ് ചെയ്തെടുത്തെങ്കിലും ഇത് നമ്മൾ തിരിച്ച് റീഫിറ്റ് ചെയ്തെടുത്ത് നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ സാധിച്ചില്ല. കാരണം ഇതിന്റെ സെന്റർ പീസിൽ എവിടെയോ ഒരു ക്രാക്ക് സെറ്റപ്പ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പെട്രോൾ കണ്ടമാനം ഫ്ലഡിങ് ആവുന്നു, വണ്ടിയുടെ സ്റ്റാർട്ടിങ് കാര്യങ്ങളും ക്ലിയർ ആകുന്നില്ല. അങ്ങനെ നടപടിയില്ലാതെ വന്നതുകൊണ്ട് നമ്മൾ ഒരു സെക്കൻഡ് കാർബറേറ്റർ സെറ്റാക്കി എടുത്തു. ആ സെക്കൻഡ് കാർബറേറ്ററിനും അതിനും ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബട്ടർഫ്ലൈ വാൽവ് സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് കാർബറേറ്റർ എടുക്കുമ്പോൾ അത് ഒരുപാട് കാലം അനങ്ങാതിരുന്നതാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്തൊക്കെ സെഡിമെന്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളത് പീസാക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ബട്ടർഫ്ലൈ വാൽവ് സെക്കൻഡറി വാൽവ് ഓപ്പൺ ആക്കാൻ അല്ലെങ്കിൽ ഇത് വർക്കിങ്ങിലേക്ക് എത്തിക്കാനായിട്ട് ഒരു എളുപ്പമാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ബോയിൽ ചെയ്തിട്ടാണ് ഇത് സെറ്റാക്കി എടുത്തത്. അതായത് ഈ കാർബറേറ്ററിനെ ഒരു പാത്രത്തിൽ വെള്ളത്തിനകത്ത് വെച്ച് ഇത് പീസാക്കിയതിന് ശേഷം വെള്ളത്തിൽ തിളപ്പിച്ച് കുറച്ച് കഴിഞ്ഞ് അങ്ങനെ ഹീറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ഒരു കാർബറേറ്ററിന്റെ ഈ ബട്ടർഫ്ലൈ വാൽവ് നമുക്ക് വർക്കാക്കി എടുക്കാൻ സാധിച്ചു. അതിനുശേഷം നമ്മൾ ഈ സെക്കൻഡ് എടുത്ത കാർബറേറ്റർ ബോയിൽ ചെയ്തതിന് ശേഷം അതിന്റെ ബട്ടർഫ്ലൈ വാൽവ് ഒക്കെ ഫ്രീ ആക്കി. അപ്പം നമ്മൾ 3 ദിവസമായിട്ട് ഒരു പെട്രോളും ഡീസലും എല്ലാം കൂടി മിക്സ് ചെയ്തിരിക്കുന്ന ഒരു മിശ്രിതത്തിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് എടുത്തിനി സെറ്റാക്കി വാട്ടർ വാഷ് ചെയ്ത് എയർ അടിച്ച് ക്ലീൻ ആക്കി വീണ്ടും തിരിച്ച് റീഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. അങ്ങനെ വേണ്ട ഇതാണ് നമ്മൾ ബോയിലൊക്കെ ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം കാർബറേറ്റർ ഒരു 3 ദിവസമായിട്ട് ഈ ഒരു മിശ്രിതത്തിനകത്ത് ഈ ഒരു പാത്രത്തിനകത്ത് കിടക്കുവാണ്. അപ്പം ഇതിനകത്തു നിന്ന് ഇറങ്ങിയാണ് ഈ കളറ്. അപ്പം നമ്മളിത് ഇടയ്ക്ക് ഒന്ന് പൊക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ സെൻറ്റർ പീസിലും അതുപോലെ തന്നെ ഈ പീസുകളിലൊക്കെയുള്ള ഇന്റേണൽ ഡ്രിൽഡ് പാസേജസുകളുണ്ട്. ഈ വാക്വവും പെട്രോളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഇന്റേണൽ ഡ്രിൽഡ് പാസേജസുകളെല്ലാം തന്നെ നമ്മൾ കേബിളും പിന്നും ഒക്കെ ഉപയോഗിച്ച് കുത്തി ക്ലീൻ ചെയ്തു. കരിയും കാര്യങ്ങളും സെഡിമെന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കുത്തി നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും മുക്കി സെറ്റാക്കി ഇട്ടേക്കുവാണ്. അപ്പം ഇനി ഇവനെ നമുക്ക് ഇതിനകത്ത് ഇതുണ്ട്, നമ്മുടെ ഇതിൻ്റെ ബട്ടർഫ്ലൈ വാൽവ് നല്ല ക്ലീൻ പീസായിട്ടുണ്ട്. ഇത് നമുക്ക് വെറുതെ ഒരു ചെറിയ ഫോഴ്സ് കൊടുത്താൽ, അതായത് യാതൊരുവിധ ടൈറ്റും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ആക്കിയിട്ടുണ്ട് ഇതിനെ. തന്നെ ഇതാണ് നമ്മുടെ സെക്കൻഡറി ബട്ടർഫ്ലൈ വാൽവ്. അതിപ്പം നമുക്ക് ചുമ്മാ ഞൊട്ടി വിട്ടാൽ, ചുമ്മാ ഊതിയാൽ വർക്കാകുന്ന രീതിയിലേക്ക് സംഗതി ആക്കിയിട്ടുണ്ട്. നല്ല കേബിളിനെല്ലാം അതിൻ്റെ സൈഡിലെ സെഡിമെൻസും കാര്യങ്ങളും എല്ലാം കുത്തി ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ അത് ഇത്രയും ദിവസം ഇതിനകത്ത് കിടന്നപ്പോൾ അതിൻ്റെ കരിയും കാര്യങ്ങളും കറയും എല്ലാം ഇറങ്ങിപ്പോയി. അപ്പോൾ അത് ക്ലീൻ ആയിട്ടുണ്ട്, നല്ല ക്ലീൻ പീസായിട്ട്. അതായത് നമ്മുടെ ഒരു ഡയഫ്രം വർക്ക് ചെയ്യുമ്പോഴാണ് ഇത് വർക്കാകേണ്ടത്. ആ ഡയഫ്രത്തിന് ഒരു പരിധിക്കൂടെ ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വർക്കാകത്തില്ല, ഇത് സ്റ്റക്കായി പോവും. അപ്പോൾ നമ്മളതെല്ലാം ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവനെ നമുക്കൊന്ന് വാട്ടർ വാഷ് ചെയ്യണം. ഒരു പവർ വാഷ് ഉപയോഗിച്ചിട്ട് വാട്ടർ വാഷ് കൂടെ നടത്തി നേരം കൂടെ അടിച്ചാൽ കാര്യത്തിന് തീരുമാനമായി. ഇതെല്ലാം തിരിച്ച് നമുക്ക് റീസെറ്റ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കാർബറേറ്റർ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല വെള്ളിക്കിണ്ണം പോലെ തിളങ്ങുന്നുണ്ട്. ഇനി നമ്മൾ ബട്ടർഫ്ലൈ വാൽവ് വർക്ക് ചെയ്യുന്ന കാണിക്കാം. 2 വാൽവും സെക്കൻഡറി വാൽവൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, യാതൊരു ടൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ നമ്മുടെ വണ്ടിയിലോട്ട് ഫിറ്റ് ചെയ്യണം, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ മാനിഫോൾഡ് പാക്കിംഗ് ഒക്കെ വെച്ച് നമ്മൾ കാർബറേറ്റർ അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അങ്ങനെ നമ്മുടെ കാർബറേറ്ററിന്റെ ഫിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇതേണ്ട നമ്മൾ ഇലക്ട്രിക്കൽ കണക്ഷനും അതുപോലെ പെട്രോളിന്റെ കണക്ഷനും വാക്വം ലൈൻസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മൾ കാർബറേറ്റർ എല്ലാം സെറ്റാക്കി പിടിപ്പിച്ചു, നമ്മൾ സ്റ്റാർട്ടും ചെയ്തു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ടിങ് ഒന്നുകൂടി കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്തടാ. നമ്മുടെ വണ്ടി ഒറ്റയടിക്കാൻ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ കാർബറേറ്ററിന്റെ സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം പക്കയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ക്ലീൻ. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.